எப்படி இருக்கு? போர் படம்னா நல்லா இல்ல, கில்லிமாரி இல்ல. இல்ல கில்லிமாரி ஒன்றும் இல்லை. அந்த டைரக்ஷன், ஹரியோட டைரக்ஷன், ஹரி டைரக்ஷன் கொள்ளலாம். படம் போர். இந்த பழைய அந்த தங்க சிங்கம் അതിൻ്റെ ഉള്ള സ്പീഡ് ഒന്നും ഇല്ല. കാണാൻ കൊള്ളാം, നല്ല രസമുണ്ട്, പക്ഷെ ബോറുണ്ട്. കുഴപ്പമില്ല. விஷால் எங்க இருந்தா? சூப்பர் படம், சூப்பர் நல்லா இருக்கு. அடிபல இருக்கு. எங்க விஷால் நடிப்பு எப்படி? விஷால் நல்லா ஃபேன். சரி எங்க இருந்தா? கொள்ளலாம். அடிபலை. அடிச்சு தூக்கி. அடிபலை. கொண்டு என்ன விஷால் கொண்டு போய். விஷால் கொண்டு போய். கொள்ளலாம். அந்த மூவி എങ്ങനെയുണ്ട്? വിശാൽ അടിച്ചു തൂക്കി. എത്ര എങ്ങനെയുണ്ട്? നടിയായിട്ടുള്ള രംഗമൊക്കെ എങ്ങനെയുണ്ട്? അടിപൊളിയായിട്ടുണ്ട്. വേറെ എങ്ങനെയുണ്ടായിരുന്നു? അടിപൊളി സിനിമ, സൂപ്പർ സിനിമ, കാണാൻ കൊള്ളാം, അടിപൊളിയാണ്. ഹരിയുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമ ഏതാണ്? മൊത്തത്തിൽ സിനിമ കൊള്ളാം. എല്ലാ നടന്മാരുടെ സിനിമയും നടനും നടിയും എല്ലാം കൊള്ളാം. വിശാലിന്റെ പെർഫോമൻസ് എങ്ങനെയുണ്ട്? അടിപൊളിയായിരിക്കും. പടം എങ്ങനെയുണ്ട്? വിശാലിന്റെ സാധാരണ പ്രവർത്തനം കെട്ടി നന്നായിട്ടുണ്ട്. എങ്ങനെ ആക്ഷൻ ഭയങ്കര ഓവറായിരുന്നു. നമുക്കിരുന്ന് കാണാൻ പറ്റത്തില്ല, സഹിക്കാൻ പറ്റത്തില്ല, അങ്ങനത്തെ ആക്ഷനാണ്. ആക്ഷൻ ഭയങ്കര വയലൻസ് ആണ്. നന്നായിട്ട് പടം നന്നായിട്ടുണ്ട്. ഭയങ്കര ആക്ഷൻ സീക്വൻസ് ആണ് നമ്മൾ കണ്ടിരിക്കുന്നത്. സൂപ്പറാണ്. എന്താണ് ഇഷ്ടപ്പെട്ടത്? ആക്ഷൻ തന്നെയാണ് ഇതിൽ. ആക്ഷൻ, ഫുൾ ആക്ഷൻ. ഭയങ്കര ആക്ഷനാണ്. ഭയങ്കര ആക്ഷൻ കൂടി പോയി. കുഴപ്പമില്ല, ഒരു ആക്ഷനാവാം. ഇവിടെ എന്താണ് കുഴപ്പമില്ല. എങ്ങനെയാണ്? താമര പറഞ്ഞ പോലെയൊക്കെ വന്നായിരുന്നു? അതാണ് വേറെ എല്ലാവരും ഇത് ആക്ഷൻ മാത്രമേ കൂടുതലുള്ളൂ. നടി എങ്ങനെ? ഒരു നായികയായിരുന്നു. കുഴപ്പമില്ല. എങ്ങനെ മറ്റുള്ള വിശാൽ പടങ്ങൾ പോലെ തന്നെ ഫുൾ ഒരു അടി, പ്രണയം? പലരും പറഞ്ഞു ഫൈറ്റ് ഒക്കെ ഭയങ്കരമായിട്ട് വയലൻസ് ആയിട്ട് കളിയാണ്. സൂപ്പറാണ്. സോങ്സ്, ബീജിയം ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? സോങ് അത്ര കയറ്റൊന്നും ഇല്ല. നടി ആരായിരുന്നു? അതോ ആരംഭ നടി? എന്തായാലും കൊള്ളാം. ഒരു ജോഡി കൊള്ളായിരുന്നു ഇവരുടെ. എങ്ങനെയുണ്ട്? പക്ക മാസാണ്. ഒരു മാസം തന്നെയാണ് അത്. ബാക്കിയെല്ലാം സിനിമകളിൽ നിന്ന് വ്യത്യസ്തമായിട്ടൊന്നുണ്ട്. വ്യത്യസ്തമൊന്നുമല്ല, പടം മാസമാണ്. മാസം നമുക്ക് ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് വന്ന് കാണാം. വയലൻസ് രക്ഷയില്ലാതെ ബ്ലഡിന്റെ കളിയായിരുന്നു. പക്ക വയലൻസ് തന്നെയാണ്. വയലൻസ് ഒരുപാട് ഇഷ്ടപ്പെട്ട ഈ മൂവിയില്. കുഴപ്പമില്ല, കണ്ടോണ്ടിരിക്കാം. മറ്റുള്ള ഹരിപ്പടത്തിൽ എങ്ങനെയാ? ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസ് പോയി കഴിഞ്ഞാൽ പിന്നെ എന്താണ് ഏറ്റവും ഇഷ്ടപ്പെട്ടതെന്ന് വെച്ചാൽ പഴയ സംഭവങ്ങളൊക്കെ ഹരി എടുത്തിട്ടുണ്ട്. ഹരി എഫക്റ്റും കാര്യവും സ്റ്റൈലൊക്കെ പോലെ ഇപ്പൊ ഈ ഒരു 2024 ഇറങ്ങിയിട്ട് എങ്ങനെയാ നമുക്കൊരു കുഴപ്പം കണ്ടോണ്ടിരിക്കുക, അത്രേ ഉള്ളൂ. ഒരു ആവറേജ് പടം. വിശാലിന്റെ പെർഫോമൻസ് എങ്ങനെയുണ്ട്? വിശാല് കുഴപ്പമില്ല, അടിച്ചു തൂക്കിയിട്ടുണ്ട്. ഇതിൽ ഭയങ്കരമായിട്ട് വയലൻസ് ഒരുപാടായിപ്പോയി. വയലൻസ് ഒരുപാടൊന്നുമില്ല, എന്നാലും നമുക്ക് കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു കാണാം. നല്ല പടം. എന്താ ഇഷ്ടപ്പെട്ട ഈ പടത്തിൽ? ഒരുപാട് ഇഷ്ടപ്പെട്ടത് വിശാലിന്റെ ക്യാരക്ടറാണ്. പേര് വിശാലിന്റെ ക്യാരക്ടറിന്റെ രത്നം തന്നെ പടത്തിന്റെ പേര് തന്നെ. എങ്ങനെയുണ്ട്? ഫൈറ്റ് ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? നല്ല ഫൈറ്റ് ആയിരുന്നു, അടിപൊളിയായിരുന്നു. നല്ല പടം, ആക്ഷൻ പടം. എങ്ങനെ പഴയ ട്രാക്കിൽ തന്നെയാണോ ഹരി ഡയറക്ടറിന്റെ ഒരു പഴയ പൂജ ആ ഒരു സ്റ്റൈല്? പെട്ടെന്ന് ഫാസ്റ്റ് ആയിട്ട് വിശാൽ എങ്ങനെയുണ്ട്? പഴയ വിശാൽ തന്നെയാണ് ഇപ്പൊ കാണുന്നത്? ഇല്ല ഇപ്പൊ കാണാണ്ട് ഇപ്പൊ നല്ല വെയിറ്റ് ഒക്കെ വെച്ച് പുള്ളി ഫിറ്റ് ആയിട്ട് വീണ്ടും പഴയ ഒരു പട്ട വിശാലായിട്ട്. പിന്നെ അല്ലാതെ നടി എങ്ങനെയുണ്ട്? സീൻ നടിയായിട്ടൊക്കെ നല്ല സീനൊക്കെ ഉണ്ടോ? ஹரி சார் சூப்பராக எடுத்துருக்காங்க. நல்லா எடுத்துருக்காங்க. வேற லெவல் படமா? எல்லாம் அடிப்பொலி சூப்பராக எடுத்துருக்காங்க. ஹரி சார் படம்னால நல்ல விறுவிறுப்பாக இருக்கும், நல்ல சென்டிமெண்ட் காட்சியாகவும் இருக்குது. ரொம்ப அழகாக எடுத்திருக்காரு. நல்லா நடிச்சிருக்கா. அப்படி விசால் சார் ரொம்ப வேற லெவலில் பட்டா கிளப்பிருக்காரு. நல்லா எடுத்திருக்காரு. நல்லா வாழ்த்துக்கள். படம் நல்லா எடுத்திருக்காங்க. விஷால் ஃபைட்டு சூப்பராக இருக்கு, ஆக்ஷன் நல்லா இருக்கு, நல்லா எடுத்திருக்காங்க. ஆமாம், ஹரி அந்த பூஜை பாணியில் எடுத்திருக்காங்க. சூப்பர் ஆக்ஷன், சூப்பராக இருக்கு. எப்படி விஷால் அந்த பழைய விசால எனர்ஜி தான் வந்திருக்காரு? அதே விஷாலாட்டு தான் வந்திருக்காரு, எந்த ஒரு மாற்றமும் இல்லை.